ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവരെ ഏച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. പോകുന്ന വഴിക്ക് ഈ സാധനത്തിന് അവിടെ തട്ടണം. ശനിയാഴ്ച വന്നതാണ്. അപ്പോൾ ഏച്ചിയിലെ വീട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളുമായിട്ട് കാണാം. റെഡിയായി നിന്നത് പറഞ്ഞ് രാഘു എന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അങ്ങനെ നമ്മൾ ഏച്ചിയുടെ റൂമിലെത്തി. ഇത് കിസൈസിലാണ്, മുന്നേ ഷാർജയിലേനു. അപ്പോൾ ഇവർ പുതിയ റൂം മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ നമ്മളെല്ലാവരും ഇരുന്ന് കുറേ നേരം സംസാരിച്ച് പിന്നെ മോക്ക് കുറേ ടോയ്സ് എല്ലാം കൊടുത്തിന്. അപ്പോൾ അതിനെ കൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. പൂച്ചക്കുട്ടീനെ ഓക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അത് കിട്ടിയാണ്ട് ഓള് ഹാപ്പിയായി. പിന്നെ നമ്മൾ ഉച്ചക്ക് ലഞ്ച് കഴിച്ച് ബിരിയാണിയും കഴിച്ചത്. എന്നിട്ട് നമ്മൾ വിചാരിച്ച് എവിടെയെങ്കിലും പോകാമെന്ന്. അങ്ങനെ എല്ലാവരും റെഡിയായി. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഫുജേറ ഭാഗത്താണ്. ഫുജേറ ഭാഗത്ത് ഒരു മല്ലു കുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഏച്ചീൻ്റെ മോൻ 2 ദിവസം മുന്നേ പോയിന്. അപ്പം അടിപൊളി സ്ഥലമാണ്, നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് പോകുന്ന വഴിക്ക് 2 സൈഡ് നല്ല ബ്യൂട്ടിഫുള്ളായ വ്യൂ ആണ്. ഈ തിരക്ക് പിടിച്ച ഈ ദുബായിലെ ഈ സിറ്റിയിൽ നിന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ 2 സ്ഥലത്തെ ഈ വ്യൂ കാണുമ്പോൾ ശരിക്കും തോന്നുന്നത് എന്ന് വെച്ചാൽ നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്തെത്തിയ പോലെയാണ്. നല്ല രസമുണ്ടതിന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അതുകൊണ്ട് നമ്മളെന്താ പറയുക, ലോങ് ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന നമ്മളീ കൂട്ടത്തിലുള്ള എല്ലാവരും നല്ല ലോങ് ഡ്രൈവെല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നല്ല സുന്ദരമായിരുന്നു അവൾ ആസ്വദിച്ച് പോകുന്നതിന്. മോള് അപ്പോഴത്തേക്ക് ഉറങ്ങിയിന്. അവിടെ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂർ ഉണ്ടായിന്. അങ്ങനെ നമ്മളെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഒരുപാട് സ്ഥലത്ത് ഈ അറബികളെ ഫാമെല്ലാം നമ്മൾ കണ്ടിന്. അവിടെ ഈ ഡേറ്റ്സ്, പപ്പായ, മാങ്ങ, പിന്നെ എന്തെല്ലോ കൃഷി ചെയ്ത് ചോളം, അങ്ങനെ എന്തെല്ലോ നമ്മൾ കൃഷി ചെയ്തിട്ട് കണ്ടിന്. ഈ മലേൻ്റെ ഇടക്കൂട്ട് ഈ സൂര്യനെ കാണുമ്പോൾ പണ്ട് നമ്മൾ ചിത്രം വരക്കൂലേ, ആദ്യമായിട്ട് ചിത്രം വരക്കുമ്പോൾ മല സൂര്യൻ ഇങ്ങനെ കാണിക്കുന്നില്ലേ, ആ ഒരു വിഷ്വലാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. വിൻ്റർ സീസൺ ആണെങ്കിൽ ഒന്നുകൂടെ നല്ല രസം ഉണ്ടാവുകയും മീൻസ് നമുക്ക് ആ സ്ഥലത്തെല്ലാം ഇറങ്ങി എന്താ പറയുക കുറച്ച് സമയം എൻജോയ് ചെയ്യാൻ പറ്റുകയും. അതായത് കുറേ ടീമെല്ലാമായി വന്ന് മീൻസ് ഫാമിലി എല്ലാം ആയിട്ട് ഇങ്ങനെ വന്ന് ബാർബിക്യൂ പാർട്ടി അങ്ങനെയെല്ലാം നടത്താൻ പറ്റിയൊരു സ്ഥലമാണ്. ടെൻ്റെല്ലാം കെട്ടിയിട്ട് നമുക്ക് താമസിക്കാം. അങ്ങനെയും നല്ല എന്താ പറയുക അടിപൊളിയായിരിക്കും ഓരോ സ്പേസിലിങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മളിങ്ങനെ തടാകം പോലെയല്ല, അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ഈ സൈഡിലെല്ലാം 2 വശത്തും. പിന്നെ നമ്മളെ റോഡിലെ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതുണ്ട്. അപ്പം ഇപ്പം മഴയും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താ പറയുക ഓരോരോ സ്ഥലത്ത് ഒരു 4-5 സ്ഥലത്ത് അങ്ങനെ റോഡിൻ്റെ ഇത് ഈ കാണുന്ന പോലെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടേനു. അതിലെ കൂടെ വണ്ടി പോകുന്നതാണ് നല്ല രസം ഉണ്ടായിന്. അത് കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. ഇപ്പോൾ മഴ പെയ്തപ്പാടാണെങ്കിൽ നല്ല രസം ഉണ്ടാവുകയും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നീണ്ട ഡ്രൈവിന് ശേഷം നമ്മളെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തി. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ആ മല്ലു കുളം എന്ന് പറഞ്ഞ സ്ഥലം. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ട് നോക്കുമ്പോഴത്തേക്ക് പാകിസ്ഥാനികളെ കൊണ്ട് ഏറും കളിയേനു. എന്താണെന്ന് വെച്ചാൽ ആ വെള്ളത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ, കലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മളാരും അങ്ങോട്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് സമയം നോക്കി നിന്ന് പിന്നെ നമ്മൾ വിചാരിച്ച് വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് തിരിച്ച് പോകുന്നെടുക്കുക കുറച്ച് വെള്ളം കെട്ടിയിരിക്കുന്ന ഒരു അടിപൊളി പ്ലേസ് ഉണ്ട്. നമ്മളവിടെ നിർത്തി കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് വെള്ളത്തിലെല്ലാം കാലെല്ലാം കഴുകി കുറേ ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ നമ്മൾ നേരെ റിട്ടേൺ അടിച്ച്. അപ്പോൾ നല്ല സൺസെറ്റ് എല്ലാം ആസ്വദിച്ചിട്ട് നമ്മൾ അടിപൊളിയായി എന്താ പറയുക ആസ്വദിച്ചിന്. ഒരു മടുപ്പും ഉണ്ടായിട്ട് നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിന്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു ഷൗക്ക ഡാം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോകാമെന്ന് ചേച്ചി പറഞ്ഞിനേനു. എന്നിട്ട് നമ്മളെല്ലാവരും നേരെ അങ്ങോട്ടേക്കാണ് പോയത്.
ഇതാണ് ഞാൻ പറഞ്ഞ ആ ഷൗക്കാർ ഡാമും പിന്നെ അതിൻ്റെ അടുത്ത് തൊട്ടടുത്തൊരു പാർക്കും ഉണ്ട്. ഇതിൻ്റെ താഴോട്ടും വേറെയും സ്ഥലമുണ്ട്, പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു, നമുക്ക് പാർക്കിംഗ് ഒന്നും കിട്ടിയിട്ടില്ലേനും. എന്നിട്ട് പിന്നെ നമ്മൾ ആ ഡാമിൻ്റെ അടുത്തേക്ക് പോയി. ഒരുപാട് ആൾക്കാർ ഉണ്ടായിനേനു, നല്ല രസം ഉണ്ടായിന്, നല്ല ഈവനിങ്ങിൽ നല്ല സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമേനും. ഇതാണ് ആ ഡാം. കുറേ മീനിനെല്ലാം നമ്മൾ ഇവിടുന്ന് കണ്ടിട്ടുണ്ടേനു. പിന്നെ ഈ മലേൻ്റെ അങ്ങോട്ടൊരു 1000 അബോവ് സ്റ്റെപ്സ് ഉണ്ട്, അത് നമുക്കിങ്ങനെ ഹൈക്ക് ചെയ്യുന്ന പോലെ കയറാൻ പറ്റും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇതുപോലെ എന്താ പറയുക, ഇതിൻ്റെ ടൈമിലെല്ലാം ബാർബിക്യൂ എല്ലാം ചെയ്യലുണ്ടെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്തോ പറഞ്ഞിട്ടുണ്ടേനു. ഏച്ചീൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലിയും കൂടെ നമ്മളിപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്ന സമയത്ത് കുറച്ച് സ്നാക്സ്, അതായത് പൊരിക്കടി ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ അത് അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ വിശപ്പൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ നേരെ നമ്മളെ കിസൈസിലേക്ക് വന്ന് എന്നിട്ട് അതിൻ്റെ അടുത്തൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. രാക്കും അധികം ഇവിടെ വന്ന് ഫുഡ് കഴിക്കലുണ്ട്. അങ്ങനെ നമ്മളിവിടെ പോയി വെൽക്കം ഡ്രിങ്ക് എല്ലാം കുടിച്ച് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തതെല്ലാം പെട്ടെന്ന് തന്നെ വന്നിനി. നല്ല അടിപൊളി ഫുഡേനു. ഇതിലൊരു പച്ച കുരുമുളക് അരച്ചിട്ടൊരു ചിക്കൻ കറി ഉണ്ടായിന്. ഓ മൈ ഗോഡ്, ഒന്നും പറയണ്ട, ഇത് അടിപൊളി സാധനേനു. എന്താ പറയുക, ഒരു തുള്ളി കറി പോലും ബാക്കി ഉണ്ടായിട്ടില്ല. പിന്നെ ഫിഷ് മോളി, ബീഫ് ഫ്രൈ അങ്ങനെ എന്തെല്ലാം വാങ്ങിച്ചു. അതിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചപ്പാത്തി, പൊറോട്ട, വെള്ളയപ്പം, അങ്ങനെ ഫ്രൈഡ് റൈസ് നമ്മൾ അങ്ങനെയെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഇവർ നമ്മളെ റൂമിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്ന്. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ ഒരു സ്മൈലിങ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയല്ലേ. ടാറ്റാ ബൈ ബൈ, സീ യു.